ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലർ. ഒരു കേരള പോലീസിൻ്റെ ഒരു നല്ല പ്രകടനം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇത് പുതുമുഖങ്ങളാണ് കൂടുതൽ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാം പുതുമുഖങ്ങളാണെങ്കിൽ പോലും ഇതിനകത്തുള്ള അഭിനയിച്ച ആൾക്കാരെല്ലാം അവരവരുടെ കഥാപാത്രങ്ങളോട് ശരിക്കും നല്ല നീതി പുലർത്തിയിട്ടുണ്ട്. സന്തോഷം ആദ്യമായിട്ട് കാണാനല്ലേ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എല്ലാവരും കാണണം. നല്ല ത്രില്ലർ മൂവിയാണ്, എല്ലാവരും കാണണം. ഇഷ്ടപ്പെടുമല്ലോ. എന്ന് വെച്ചാൽ പുതിയ രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. നല്ല ടെസ്റ്റുകളൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സന്തോഷം. ഈ ഫിലിമിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരവരുടെ പേര് തന്നെയാണ് ക്യാരക്ടേഴ്സ് നെയിമായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഇതുവരെ ആദ്യത്തെ പറഞ്ഞിട്ടില്ല. പല ആൾക്കാരും നമ്മൾ ആ ക്യാരക്ടറുമായിട്ട് പെട്ടെന്ന് അവർ അറ്റാച്ച് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്ടർ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇതിനകത്ത് കൊണ്ടുവന്നത്. ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് അതുമായിട്ട് പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവും. അതുകൊണ്ടാണ് പലരുടെയും പേര് അവരുടെ ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്നത്. നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ വൺസ് ടെക്നിക്കൽ റിവ്യൂ ആ ഒരു ഇതിൽ പോയതിനേക്കാളും ഇപ്പോൾ എല്ലാവരുടെയും കൂടെ നിങ്ങൾ ഇതിൽ കണ്ടപ്പോൾ ഭയങ്കര ഡിഫറെൻറ്റ് ഫീൽ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, അഭിമാനമായിരിക്കും എപ്പോഴും. ബിക്കോസ് ഫസ്റ്റ് മൂവി ഇങ്ങനൊരു തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിൻ്റെ അഭിമാനം ഭയങ്കരമായിട്ടുണ്ട്. ഭയങ്കര പ്രൗഡ് മൊമെൻ്റാണ്. ശ്രദ്ധ ചെയ്യാത്ത ക്ലൈമാക്സ് ഉണ്ട് ഒക്കെ വരുന്നുണ്ട്. നിങ്ങളൊന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടും. കണ്ടോ? എല്ലാവരും പടം കാണണം, എല്ലാവരും അറിയിക്കണം, കൂടുതൽ ആൾക്കാർ ഇത് അറിയിക്കണം. ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു പടമാണ്. അപ്പോൾ എല്ലാവരും കാണുക. പടത്തിന് കുട്ടി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വേഷം നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടും. ഒരുപാട് മറ്റു ദിവസങ്ങളെക്കാളും ഒരുപാട് ടെൻഷനോടുകൂടിയാണ് ഈ ഷോ കണ്ടത്. അതിനകത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു കണ്ടക്ഷൻ്റെ സമയത്ത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഫീല് തോന്നുന്നത് ഇന്നത്തെ ഷോ ആണ്. വീഡിയോ ഒക്കെ കണ്ടിരുന്നെങ്കിലും ഇന്നത്തെ ഷോ കണ്ടപ്പോഴാണ് എടുത്തു പറയേണ്ടത് പുതുമുഖങ്ങളാണ്. പക്ഷേ നല്ല രീതിയിൽ പെർഫോം ചെയ്തത്. രതൻ കൃഷ്ണ എന്ന നായികയായ നിലയായാലും രണ്ടുപേരുടെയും പെർഫോമൻസ് അത്യുഗ്രനായിട്ടുണ്ട്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ സിനിമ. എല്ലാവരും പോയി കാണണം. എങ്ങനെ ഉണ്ടായിരുന്ന റെസ്പോൺസ് ഞങ്ങളെക്കാട്ട് കൂടുതൽ നിങ്ങളാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ വീഡിയോയുടെ ബെസ്റ്റ് റിവ്യൂ ആയിട്ട് വരുന്നത്. ട്വിസ്റ്റുകളുണ്ട്, ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണണം. എങ്ങനെയുണ്ടായിരുന്നു? അതൊരു ഫസ്റ്റ് ടൈമാണ് ഞാനൊരു സീരിയൽ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. അപ്പം ചെറിയൊരു വേഷമാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മോഹൻലാൽ ഞാൻ ഇതിൽ ഒരു പോലീസ് ഓഫീസറായിട്ട് SI ആയിട്ടാണ് അഭിനയിച്ച്. ഒരു പുതിയ അനുഭവമായിരുന്നു. നല്ല ത്രില്ലിങ്ങായിട്ട് തോന്നി. പ്രത്യേകിച്ച് രജൻ്റെ കൂടെ നിൽക്കുമ്പോൾ ആ ഒരു എനർജി ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നിങ്ങളെല്ലാവരും ബാക്കിയുള്ളവർ തിയേറ്ററിൽ വരിക കാണുക. പടം ഓൾമോസ്റ്റ് വിജയിച്ച പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങൾ പടത്തെ ചെയ്യും. ഒരു വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഒത്തിരി എഫർട്ട് എടുത്തെടുത്ത് ഞാൻ ചെയ്തിട്ടുള്ള സിനിമയാണ്. മേനോൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്കുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. സിനിമ വിജയിപ്പിക്കണം. പുതിയ ആൾക്കാരാണ്, പുതിയ ഡയറക്ടറാണ്, പുതിയ ടീമാണ് ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. ഞങ്ങൾക്ക് എന്നാലേ പുതിയ സിനിമയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. എല്ലാ പ്രേക്ഷകരുടെയും സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എന്നെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. രണ്ട് വാക്ക്. സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ നമ്മുടെ മുഖം കാണുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അത് വളരെ മനോഹരമായൊരു നിമിഷമാണ്. ആ ഒരു ഫീൽ എനിക്കാണ്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് സാധനമാണിത്. ഈ പടം പോയിരിക്കുന്ന ജോണർ ആദ്യം നമ്മളെല്ലാം ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും കൊലയാളിയെ പിടിച്ച് ഇനി എന്താണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അതിനകത്ത് വേറെ സംഭവം വരുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരു ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പുതുമുഖമായ രതൻ കൃഷ്ണയൊക്കെ നന്നായിട്ട് പോലീസ് ഓഫീസേഴ്സും ഡയറക്ടർ അഭിനേതാവ് കൂടെയാണ്. അതുപോലെ നമ്മുടെ വില്ലേഷൻ ചെയ്തിട്ടുള്ള ഇങ്ങനെയൊക്കെ നിർമ്മാതാവും ഇതൊക്കെ പുതുമുഖമാണെന്ന് പറയില്ല. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു കഴിവെന്ന് പറഞ്ഞ മൂവി ശരിക്കും മൂവി കാണുമ്പോൾ ആ ടൈറ്റിൽ കറക്റ്റായിട്ട്
സാധനം നമ്മളാ പാട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ശരിക്കും ഇതിലാ പാട്ട് ഇനി എന്താണ് കഥ, പക്ഷേ അപ്പോഴാണ് കഥയുടെ റിവീൽ ചെയ്തത്. നല്ല സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തു. അതെ അതെ നമ്മൾ ഓൾറെഡി എല്ലാം കഴിഞ്ഞു നമ്മളൊന്നും വിചാരിച്ചിരിക്കുന്ന സമയത്താണ് കറക്റ്റ് ട്വിസ്റ്റ് വരുന്നത്. ആ ട്വിസ്റ്റ് കഴിയുമ്പോഴാണ് ഇതാണ് ഈ കഥയെന്ന് മനസ്സിലാക്കി. ഈ ഒരു സെക്കൻഡ് ഹാഫ് കഴിയുന്ന സമയത്ത് കഥയുടെ വേറെ വഴിയിൽ വരുന്നത് എല്ലാവരും നന്നായിട്ട് കാണുമ്പോഴും മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. നന്നായിട്ട് വന്നിട്ടുണ്ട്. നിൽക്കുന്ന വില്ലനൊക്കെ എൻ്റെ ക്യാരക്ടർ കേട്ടത് ദേഷ്യം വരും. അതേ എനിക്കൊരു വെറുപ്പിക്കുന്ന ക്യാരക്ടർ. ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. അതിന്റെ റിസൾട്ട് ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ സിനിമ ഇങ്ങനെ ആകുന്നതിന് കാരണം ഞങ്ങളുടെ ഈ കുട്ടി പ്രൊഡ്യൂസറാണ്. ഇവർ തന്ന ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ ഇന്ന് ഈ തിയേറ്ററിൽ ഇറങ്ങിയത്. അല്ലെങ്കിൽ ഒരു പക്ഷേ നിന്ന് പോയാൽ പല വഴിക്കും. ഐശ്വര്യ സുഭാഷ് എന്ന് പറയപ്പെടുന്ന ഈ പ്രൊഡ്യൂസറാണ് ഇന്ന് ഇത് തിയേറ്ററിൽ എത്തിക്കുന്നതിൻ്റെ. നടക്കത്തില്ല. അതിന്റെ കൂടെ ഡയറക്ടർ കൂടി വേണം. പ്രൊഡ്യൂസറിനെക്കാട്ടി കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തത് ഡയറക്ടർ തന്നെ. ഒരു യങ് പ്രൊഡ്യൂസർ എന്നുള്ളത് എന്താ പറയണ്ടേ? യങ് പ്രൊഡ്യൂസർ മേ ബി ആ ഡ്രീം അച്ചീവ് ചെയ്ത ഒരു ഫീലിംഗ് ഉണ്ട്, ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ട് എല്ലാവർക്കും. ആ ഒരു ഡ്രീമുകൾ എല്ലാവർക്കും ഉണ്ട്, ബക്കറ്റ് ലിസ്റ്റ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. ദൈവം തന്നെ സ്റ്റാൻഡ് സപ്പോർട്ട് ചെയ്തു. നിങ്ങളുടെ ഒരു പ്രൊഡ്യൂസർ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ളപ്പോൾ ഞങ്ങൾ വളരെ ഫ്രീയാണ്. പോലീസ് ഓഫീസറുടെ ബഹളോ ചിത്രത്തിൽ കേട്ടാ. എല്ലാവരും നന്നായിട്ട് ചെയ്തു. പോലീസുകാർക്ക് ഒരു കൺഗ്രാറ്റ്സ് കൊടുക്കണം. ഇത്രയും പുതുമകൾ വെച്ച് ഈ ഒരു സബ്ജക്റ്റ് ചെയ്തതാണ് നല്ലൊരു ത്രെഡാണ്. നല്ല ബൈക്കിംഗ് ആണ് ഈ ഒരു സാധനം. ഇത്രയും പുതുമകളുടെ കയ്യിൽ മുതൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊരു വല്ലാത്ത റിസ്ക് പുള്ളി കയറ്റി. അതെ 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 അതുപോലെ ഒരു വലിയ ചലഞ്ചാണ്. എല്ലാവരും ഫിലിം തിയേറ്ററിൽ വന്ന് തന്നെ കാണണം, വിജയിപ്പിക്കണം. ായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പടം ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. അതിലുപരി നമ്മൾ പല ഫാമിലിയിൽ മറച്ചു വയ്ക്കപ്പെടുന്ന പല കാര്യങ്ങളും സംവിധായകൻ അതിൻ്റെ നല്ല രീതിയിൽ അതിൻ്റെ അകത്ത് പുറത്തിറക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും പടം കാണണം, വിജയിപ്പിക്കണം. ആദ്യ മൂവി ഇറങ്ങിയത് വിശ്വനാഥിലൂടായിരുന്നു. രണ്ടാമത്തെ മൂവി ഇറങ്ങിയിട്ടില്ല, ഇത് മൂന്നാമത്തെ മൂവിയാണ്. കൊള്ളാം, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട്. താങ്ക് യു.